എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചന മസാലയാണ്. അതിനുവേണ്ടി ഞാനെടുത്തത് 1 കപ്പ് വെള്ളക്കടലയാണ്. കടല കഴുകി 8 മണിക്കൂർ കുതിർത്തു വെച്ചതാണിത്. ആദ്യം നമുക്ക് കടല വേവിക്കാം. കടല വേവിക്കുമ്പോൾ കുറച്ച് സ്പൈസസ് ഇടാനുണ്ട്. ഒരു ചെറിയ കോട്ടൺ തുണി എടുത്ത് അതിൽ ഒരു കറുത്ത ഏലയ്ക്ക, 2 ഗ്രാമ്പു, 2 പച്ച ഏലയ്ക്ക, 1 കറുവപ്പട്ട, 1 ടീ ബാഗ് ഇത്രയും ഇട്ട് കെട്ടിവെക്കുക. ടീ ബാഗ് ഇടുമ്പോൾ തേയിലപ്പൊടി കറിയിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ കറിക്ക് നല്ല കളറും ഒരു പ്രത്യേക രുചിയുമായിരിക്കും. ഇനി ഒരു കുക്കർ ഗ്യാസിൽ വെച്ച് കടലയിടുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളവും ഒഴിച്ച് നമ്മൾ തുണിയിൽ കെട്ടി വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് ഇളക്കി കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കുക്കർ നന്നായി തണുക്കുമ്പോൾ തുറന്ന് കടല വെന്തോ എന്ന് നോക്കി സ്പൈസസിൻ്റെ തുണിക്കെട്ടെടുത്ത് മാറ്റുക. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ജീരകമിട്ട് മൂപ്പിച്ച ശേഷം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചതും 6 വെളുത്തുള്ളി അല്ലി ചതച്ചതും ഇട്ട് അല്പം മൂപ്പിക്കുക. പിന്നെ 2 മീഡിയം സവാള ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സവാളയുടെ നിറം മാറും വരെ വഴറ്റുക. ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് തക്കാളി സോഫ്റ്റ് ആകുന്നവരെ വഴറ്റുക. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. പിന്നെ 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പാത്രം അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. പിന്നെ അടപ്പ് തുറന്ന് പകുതി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് കറിവേപ്പിലയും ഇട്ട് തിളപ്പിക്കുക. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർക്കാം. ഗ്യാസ് ഓഫ് ചെയ്യും മുമ്പ് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചാൽ കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മുടെ ചന മസാല റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.